കാനാന്യ സ്ത്രീയുടെ ഞായർ. വലിയ നോമ്പിന്റെ പകുതി പിന്നിടുമ്പോൾ 4-ാം ഞായറാഴ്ച സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അചഞ്ചലമായ വിശ്വാസത്തെയും വിനയത്തെയും കുറിച്ചാണ്. സൊറിയാനി പാരമ്പര്യത്തിൽ ഇതിനെ ക്നാനയിത്തോ ഞായർ എന്ന് വിളിക്കുന്നു. മത്തായി 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഈ ചിന്തകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രധാന ചിന്താവിഷയങ്ങൾ: അതിരുകളില്ലാത്ത വിശ്വാസം. യഹൂദേതര വിഭാഗത്തിൽപ്പെട്ട വിദേശിയായ ഒരു സ്ത്രീ തൻ്റെ മകളുടെ രോഗശാന്തിക്കായി യേശുവിനെ സമീപിക്കുന്നു. താൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയാണ് വന്നതെന്ന് യേശു പറയുമ്പോഴും അവൾ പിന്മാറുന്നില്ല. ഈ വിശ്വാസം വംശീയമോ മതപരമോ ആയ അതിർവരമ്പുകൾക്ക് അപ്പുറമാണെന്ന് യേശു ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. വിനയത്തിൻ്റെ മാതൃക. യേശുവിൻ്റെ പരിക്കൻ എന്ന് തോന്നിപ്പിക്കാവുന്ന വാക്കുകളെ മക്കളുടെ അപ്പം നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ നേരിടുന്നത് വലിയ വിനയത്തോടും ബുദ്ധിയോടും കൂടിയാണ്. നായ്ക്കളും മേശയിൽ നിന്ന് വീഴുന്ന കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ എന്ന അവളുടെ മറുപടി യേശുവിനെ പോലും ആശ്ചര്യപ്പെടുത്തുന്നു. പ്രാർത്ഥനയിലെ സ്ഥിരത. തൻ്റെ അപേക്ഷ നിരസിക്കപ്പെട്ടിട്ടും അവൾ വീണ്ടും വീണ്ടും യാചിച്ചു. പ്രാർത്ഥനകൾക്ക് ഉടൻ ഉത്തരം ലഭിക്കാത്തപ്പോൾ നിരാശപ്പെടാതെ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി നിൽപ്പാൻ ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. വലിയ നോമ്പ് കാലം നമ്മുടെ ആത്മീയ യാത്രയുടെ സമയമാണ്. കാനാന്യ സ്ത്രീയെപ്പോലെ നമ്മുടെ അയോഗ്യതകളെ തിരിച്ചറിയുക, ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. തടസ്സങ്ങളുണ്ടായാലും പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാം വാക്യത്തിൽ പ്രതിപാദിക്കുന്നു. ഈ വലിയ നോമ്പ് കാലത്ത് നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടി അഴുത്തപ്പെടുവാൻ ഈ വിചിന്തനം നമ്മളെ സഹായിക്കട്ടെ. ജനമധ്യേ നിന്നു കാനാന്യ സ്ത്രീക്ക് നോച്ചത്തിൽ മശിഹാ കൃപ തോന്നണമെന്നിൽ കൃപയാൽ പ്രേരിതനായി നിജ സൃഷ്ടികളെ രോഗക്ലേശങ്ങൾ നീക്കി കാപ്പാൻ നീലോകം പൂകി ഘോരദുരാത്മാവിൽ നിന്നും രക്ഷിക്കൻ മകളെ സൃഷ്ടിയെ സന്ദർശിച്ചോനേ നാഥ സ്തുതിയേവം ഹാലേലൂയ. രാപ്പകലവൾ പാടും